ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ നമ്മൾ കുവൈത്തിലൊരു ഫാമിൽ പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ ആണ് കേട്ടോ പോയത്. അന്ന് എല്ലാവർക്കും ലീവല്ലേ, അങ്ങനെ പോയതാ. നമ്മൾ ജുമാക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 12:30 ആകുമ്പോഴാണ് കേട്ടോ പോണത്. ഇപ്പം നമ്മൾ പോണ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ്. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ മറ്റേ സൈഡിൽ കുവൈറ്റ് സിറ്റിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ പോണത് അൽ ബുഹൈറ ഫാമിലേക്കാണ്. അത് ഒരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. കുവൈത്തിലുള്ള അധികം ആൾക്കാരും ഈ ഒരു ഫാമിൽ പോയിട്ടുണ്ടാവും. നമ്മൾ തന്നെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തണുപ്പുള്ള സമയത്തൊക്കെയാണ് അധികം ആൾക്കാരും ഫാമിലേക്കൊക്കെ പോവുക. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. എല്ലാവർക്കും ലീവല്ലേ, അതുകൊണ്ട് അധികം ആൾക്കാരും ഇതുപോലെ ഫാമിലേക്കൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഫ്രീ ആയിനി. ഇപ്പം ഒരാൾക്ക് 3 കേടി വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ടിക്കറ്റ് എടുക്കുന്നത് കണ്ടില്ല കേട്ടോ. നമ്മൾ വിദേശിക്ക് മാത്രമാണോ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് അറിയില്ല. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ടിക്കറ്റിൻ്റെ പൈസ വെറുതെ ഒന്നും ആവില്ല കേട്ടോ. ഇവിടെ കാണുകയും ചെയ്യുക, പിന്നെ ഇവിടുന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങുകയും ചെയ്യുക. നമ്മളിപ്പോൾ 9 കേടിക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 9 കേടിക്ക് നമുക്ക് വെജിറ്റബിൾസ് വാങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെജിറ്റബിൾസ് ഓരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒട്ടകം, ആട്, റാബിറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ബാസ്ക്കറ്റ് നിറച്ച് പുല്ലും ബ്രെഡും അങ്ങനത്തെ ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒട്ടകത്തിനും ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജോയ്മോൻക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ പുല്ല് കൊടുക്കാനൊക്കെ ഭയങ്കര സന്തോഷം. അവന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചാടി കളിക്കുകയാണ് കേട്ടോ, കൊടുത്ത സന്തോഷത്തിൽ. ജയ് കൊടുക്ക്. കുഞ്ഞു കോട്ട്. കൊടുത്താ കൊടുത്താ. Don't worry. ഒട്ടകത്തിന് പുല്ല് കൊടുത്തപ്പോഴേ തല മുഴുവനായിട്ട് പുറത്തേക്കിട്ട് നമ്മൾ അടുത്തേക്ക് വന്നപ്പോൾ ഞാനും ദൈവമോളും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടോ. ഓറഞ്ച് ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അനാറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ താഴെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ ഫ്ലവറിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് സൈക്കിളൊക്കെ എടുക്കാം. 1/2 മണിക്കൂറിന് 3.5 കേടിയാണ് കേട്ടോ. അപ്പോൾ പൈസ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുമല്ലോ. ഇവിടെ കോൺ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പറിക്കാനും പറ്റും. ഒന്നിന് 250 ഫിൽസാണ്. അപ്പോൾ അത് പറിക്കാനുള്ള ടൈമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറിച്ച കോണ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ല മധുരമൊക്കെ ആയിട്ട്. ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അത് കണ്ടാൽ പിന്നെ ജയമോക്കും ജോയിക്കും എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 4 കേടിയാണ്. പിന്നെ എത്ര വേണമെങ്കിലും കളിക്കാം കേട്ടോ. ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജയമോളും ജോയിമോനും കൂടെ ഭയങ്കര കളിയാണ്. പിന്നെ അവിടെ ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ, വാങ്ങിയിട്ടൊന്നുമില്ല. ചെടി മാത്രമല്ല, തക്കാളി, പച്ചമുളക്, അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ തൈകളുണ്ട്.
നമ്മൾ സ്ട്രോബെറി ഫാമിലാണ് വന്നതെങ്കിലും സ്ട്രോബെറി കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ആ ഒരു സ്ട്രോബെറിന്റെ ഭാഗം ക്ലോസ് ചെയ്ത് വെക്കും. ശനിയാഴ്ചയാണ് കേട്ടോ സ്ട്രോബെറി കാണാനും പിന്നെ പറിക്കാനൊക്കെ ഉള്ള ദിവസം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര സ്ട്രോബെറി വേണമെങ്കിലും പറിക്കുക. അവസാനം ഒരു വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം. ഈ ഒരു വീഡിയോ ഞാൻ ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുത്തതാ. സോയിമോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രോബെറി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി തന്നെ വേണം. എന്താ ചെയ്യാ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സ്ട്രോബെറി പറിച്ചിട്ടുണ്ടായിനി. അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇനി പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾ പിന്നെ കുറേ കഴിച്ചതും അല്ലേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ പിസ്സ ഹട്ടും ബർഗർ കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിസയും ബർഗറൊക്കെ കഴിച്ച് എല്ലാവരുടെ വയറൊന്ന് ഫുള്ളാക്കി. ഇനി ഇതാ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാണ് കേട്ടോ. നമ്മളെ ടിക്കറ്റ് 9 കേടിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതാ എടുക്കുകയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇനി കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ സാധനങ്ങളായതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇത്ര ഫ്രഷ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടൈം പോണത് അറിയില്ല. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാ കോണും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പിൽ ചൂടുള്ള കോണൊക്കെ തിന്ന് നടക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ഫാമിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.